കെ സി വേണുഗോപാൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. കെ സി, വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു മാഫിയാണ്. ഭൂമി കൊള്ളയടിക്കുകയാണ്, മുസ്ലിം സ്ത്രീകളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. പാവങ്ങളുടെയും ആദിവാസികളുടെയും ഭൂമി തട്ടിയെടുക്കുന്നു, വഖഫ് നിയമം പറഞ്ഞു ഭയപ്പെടുത്തുന്നു എന്നെല്ലാമാണ് പ്രധാനമന്ത്രി പറയുന്നത്. എങ്ങനെ കാണുന്നു ഇതിനെ? അല്ല, ഇത് തീർച്ചയായിട്ടും ആടിനെ പറ്റിയാക്കുന്ന പ്രചരണമല്ലാതെ വേറെന്താ പറയാൻ പറ്റുന്നത്? ഈ പുതിയ വഖഫ് ബില്ലിൽ തന്നെ അന്യാദനപ്പെട്ടു പോകുന്ന ഭൂമി പിടിച്ചെടുക്കുന്ന കാര്യത്തിലുള്ള നടപടികളെ ലഘൂകരിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ വഖഫ് നിയമം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കറിയാം. ആ വഖഫിന്റെ ഭൂമി തന്നെ കൈയേറപ്പെട്ടതും അന്യാദനപ്പെട്ടതുമായിട്ട് ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നിയമവും കാര്യമായിട്ടുള്ള ശക്തീകരണവും ആ നിയമത്തിന് ഉണ്ടായിട്ടില്ല. രണ്ട്, ഇതിനകത്ത് പ്രധാനമന്ത്രി പറയുന്ന കാര്യവും വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമുള്ളതല്ല. ഇതിങ്ങനെ ആക്ഷേപിക്കുകയാണ്. മുഴുവൻ ഭൂമിയും കവർന്നെടുത്തതാണ്, മുഴുവൻ ഭൂമിയും ഇത് രാജസ്ഥാനിൽ നടത്തിയിട്ടുള്ള അതേ പ്രശ്നം കൊണ്ടല്ലോ, മംഗൾസൂത്രം തട്ടിയെടുക്കുന്നവരാണ് ഒരു വിഭാഗം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ആവർത്തനമാണ്. ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തി അവരെ മോശക്കാരാക്കി ആടിനെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം RSSന്റെയും സംഘപരിവാറിന്റെയും പ്രത്യയശാസ്ത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിച്ച് പറയാണ്. രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന്റെ മറ്റൊരു പതിപ്പ്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ നിയമം അനുസരിച്ചുള്ള വഖഫ് ട്രൈബ്യൂണലാണല്ലോ, വഖഫ് ബോർഡുകളും വഖഫ് ട്രൈബ്യൂണലുകളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇവർ നോമിനേറ്റ് ചെയ്ത ആളുകളാണല്ലോ വഖഫ് ബോർഡിലുള്ളത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആണ്. ആ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വഖഫ് ബോർഡുണ്ട്, വഖഫ് ട്രൈബ്യൂണലുണ്ട്. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അന്യാദനപ്പെട്ടു പോകുന്നവർ തിരിച്ചെടുക്കാൻ ആ സർക്കാരുകൾ നടപടി എടുത്തിട്ടില്ല? അപ്പൊ ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല, ഈ നിയമത്തിൽ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്നതിന് ആ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് ഭൂമി കൈയേറ്റമായിട്ട് എന്താ ബന്ധം? ഇപ്പൊ ഭരണഘടന അനുസൃതമായിട്ട് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ, റിലീജിയസ് ഫ്രീഡം, ആർട്ടിക്കിൾ 26ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം, അത് ഖനിച്ചുകൊണ്ട് ആ സമൂഹത്തിന്റെ അവകാശങ്ങളെ ലംഘിക്കുന്നതിന് വേണ്ടിയിട്ടാക്കിയ നഗ്നമായ ഭരണഘടനാ ലംഘനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു സമൂഹത്തിനെതിരായിട്ടുള്ള വിദ്വേഷ പ്രസംഗം നടത്തി ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് പകയുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത്. അതിലപ്പുറം ഒന്നുമില്ല ഇതിനകത്ത്. ഇത് ഇപ്പൊ ക്രിസ്ത്യാനികൾ, ഇപ്പൊ ഭൂമിയാണ് പ്രശ്നമെങ്കിൽ ഓർഗനൈസർ പറഞ്ഞിട്ടുണ്ട് ഇനി ക്രിസ്ത്യാനികളിലേക്കാണ്. അവരും അവരുടെ കയ്യിലുള്ള ഭൂമിയുണ്ട്. അപ്പൊ ഇനി അതിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവരെ ലോക പോലീസ് ആകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണോ ഈ നടത്തുന്നത് ഇത്തരം കാര്യങ്ങളിൽ? കെ സി വേണുഗോപാൽ പ്രതികരണം അറിയിച്ചതിന്